ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ കാലിക്കറ്റിൽ ട്രേഡ് എക്സ്പോ നടക്കുന്നുണ്ട് 2022. അപ്പോൾ ഇവിടെ 150 പരം സ്റ്റാളുകൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനോഗ്രേഷൻ ഡേറ്റിനാണ് നമ്മൾ പോയിരുന്നത്. 26 to 29 വരെയാണ് ഇതിൻ്റെ ഡേറ്റ്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം ഒരുവിധ സ്റ്റാളുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയ സ്റ്റാളുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഇതാ ഒരുപാട് വെറൈറ്റി ബുള്ളറ്റ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇതാ ഇത്ര കിലോമീറ്റർ ഓടിയ വണ്ടി, കാറ്, സെലോറിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ബിസിനസ് അത് ജോലികൾ ആവശ്യമായ ഓരോ ഇങ്ങനെ സ്റ്റാളുകളായിട്ടുണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ അധികം ഇതാ ഈ ഒരു പാക്ക് ചെയ്യുന്ന മെഷീനുകളാണ് ഇത്. നമ്മൾ പൗഡറും കാര്യങ്ങളും അതുപോലെ ധാന്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു മെഷീൻ്റെ മെഷീൻസാണ് കേട്ടോ ഇത്. അവരോട് ചോദിച്ചപ്പം അതാണ് അവർ പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് പാക്കിങ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അത് പാക്ക് ചെയ്യല്ലേ അവരിപ്പോ. പിന്നെ ഇതാ അടുത്ത നമ്മൾ പോകുന്ന സ്റ്റാള് സോഫയുടെ സ്റ്റാളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരും. പിന്നെ ക്വാളിറ്റി ലുക്കിലേക്കൊക്കെ അവർ നല്ലതായിരിക്കും. എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. കാരണം വാങ്ങിയ സാധനത്തിന് മരവും കാര്യങ്ങളെല്ലാം 10 വർഷം ഗ്യാരണ്ടി നമുക്ക് കൊടുക്കും. അതിൻ്റെതെല്ലാം ചെയ്യുന്നതെല്ലാം വീട്ടിൽ വെനീർ ചെയ്തതാണ്. ഇതിപ്പോൾ ഏകദേശം 5% ആണ് സീറ്റിങ് വരിക. ചാർജിങ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ചായ കുടിക്കുക. ഇതിൽ ഹോൾഡിംഗ് ഉണ്ട്. ഇവിടെ ചായ കപ്പ് കാര്യങ്ങൾ വയ്ക്കാൻ പറ്റും. ഫോണ് ചാർജ് ചെയ്യാൻ പറ്റും. USB ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പ്രൈസ് വരുന്നത് നമ്മൾ 48 അല്ല വരുന്നത്. 48. പിന്നെ അതിൽ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ട്. തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. തേക്കിൻ്റെ ഐറ്റമാണ്. ഇന്തോനേഷ്യയിൽ വരുന്ന സംഭവം. ഇന്തോനേഷ്യയിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള ഈ ടേബിൾ ഉണ്ടല്ലേ, ഇത് മടക്കി വെക്കാം. ടേബിളായി. ഇത് വെച്ചാൽ ഡ്രസ്സിങ് ആയി. കാരണം ലേഡീസിനൊക്കെ എല്ലാം 2 പർപ്പസാണ്. എഴുതാനും വായിക്കാനും പറ്റും. ഇരുന്നിട്ടെല്ലാം ഡ്രസ്സിങ് ചെയ്യാൻ പറ്റും. പിന്നെ മരത്തിൻ്റെ ക്ലോക്ക് ഉണ്ട്. വെനീറിൽ ചെയ്ത ക്ലോക്ക്. നല്ല മോഡൽ. ഇത് വരുന്നത് ഇനി നമ്മൾ പോകുന്നത് അക്യൂപ്രഷർ തെറാപ്പിയാണ്. അവിടെ കാൽമുട്ട് വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. തരിപ്പ്, പൊരിപ്പ്, മരവിപ്പ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾക്കുള്ള ഒരു സംഭവമാണത്. ആഡംബര വസ്തുവല്ല നോക്കുന്നത്. ഇതൊരു മെഡിസിനാണ്. മെഡിസിൻ സംബന്ധമായ കാര്യങ്ങളാണ്. ഇത് കൂടുതൽ മൂടിയുള്ള പുരുഷന്മാർക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ 7 ടച്ച്. ഇതാണ് വളരെ എഫക്റ്റീവ് എന്നുള്ളതാണ്. നമ്മൾ കിഡ്നി, ലിവർ, ഹാർട്ട് അപ്പോൾ അത് പെയിൻ്റെ ഗ്രീൻ ടീ ഉണ്ട്, ചായ ഉണ്ട്, കാപ്പി ഉണ്ട്, നന്നാറി ഉണ്ട്, ഹണി ഉണ്ട്. പിന്നെ തന്നെ വെജ് മിക്സ്, വാക്വം ഫ്രൈഡ് ചിപ്സാണ്. അതായത് അല്ല ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, വെണ്ട ഇതൊക്കെ വാക്വം ഫ്രൈയും ചെയ്യുന്നതാണ്. നോർമലായിട്ട് നമ്മൾ എണ്ണയിലിട്ട് ചെയ്യുന്ന പോലത്തല്ല, മെഷീനിൽ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട് ഹണി മിക്സ് ഉണ്ട്. അതായത് ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതുപോലെ എണ്ണയിലിട്ടിട്ട് തേനിലിട്ടിട്ട് ചെയ്യുന്നത്. 79 റേറ്റ് 154. ഹണി, വയനാടൻ തേൻ. നമ്മളെ യൂട്യൂബ് ചാനലാണ്. ചോദിച്ചോളി.
സ്റ്റീലാണോ? എന്താ സംഭവം മനസ്സിലായില്ല. സ്റ്റീലാണ്, അതായത് സ്റ്റീൽ മെറ്റീരിയൽ എല്ലാം A to Z സ്റ്റീലാണ്. ടാറ്റയുടെ സ്റ്റീലാണ് വരുന്നത്. മരത്തിന് പകരം ഇറങ്ങിയൊരു സംഭവമാണ്. മരം തുരുമ്പിടിക്കുക, അല്ല സോറി, ദ്രവിച്ച് പോവുക, ചതിലെന്നുക, അങ്ങനത്തെ സംഭവം വരുന്നതുകൊണ്ട് ഇങ്ങനെ കാലാവസ്ഥ മരത്തിന് ഉണ്ടാവും. മഴ വന്നു കഴിഞ്ഞാൽ അടക്കാനും പറ്റില്ല, തുറക്കാനും പറ്റാത്ത അവസ്ഥ. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടാറ്റൻ്റെ ഒരു ഷീറ്റ് ചെയ്ത് ഫസ്റ്റ് ക്വാളിറ്റി അറിയുന്ന ടാറ്റയുടെ കാണുന്നുണ്ടോ? ടാറ്റ ഗാൽവനോ ടാറ്റ സ്റ്റീൽ 1.5 mm 120 GSM കോട്ടിങ്ങുള്ള ഒരു ഷീറ്റാണ്. ഇത് തുരുമ്പിടിക്കും. 30 വർഷത്തെ ഗ്യാരണ്ടിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്പനി മാറ്റി കൊടുക്കും. കാർഡുണ്ട്. തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടി വേറെ ബ്രാഞ്ച് പിന്നെ കോട്ടക്കലുണ്ട്. കാർബൺ സ്റ്റീലാണ് ഈ മെറ്റീരിയൽ. MS മേലെ കോട്ടിങ് വരുന്ന ഷീറ്റുകൾ ഒരുപാട് ഉണ്ട്. പക്ഷേ CS കാർബൺ സ്റ്റീലാണ് തുരുമ്പിടിക്കാത്ത ഷീറ്റ്. ഇത് മാത്രം വീട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വിലേൻ്റെ നോക്കി പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്താ പറയുക നല്ല സാധനമില്ല. കാരണം സാധാ ഇരുമ്പിൽ കോട്ടിങ് അടിച്ച് വരുന്ന ഒരുപാട് ഷീറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗാൽവൻ ആണോ എന്ന് മാത്രം ശ്രദ്ധിക്കണം. ഇതിൽ GP വരുന്നുണ്ട്. ലൈറ്റ് അടിക്കുമ്പോഴാണ് മാത്രമേ. അത് ലേസർ ടോർച്ചാണ്. സാധാ ടോർച്ചാണ്. നിങ്ങൾ ഫ്ലാഷ് എത്തിച്ച് നോക്കിയാൽ കാണും. ഈ ലേസർ അടിച്ചാൽ മാത്രം ഇത് കാണും. ഈക്വലി കോളിഫോമോ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഫംഗസുകളൊക്കെ നശിപ്പിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ 1/2 ലിറ്റർ വെള്ളം എടുക്കുക. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ 1/2 ലിറ്റർ വെള്ളം എടുക്കുക. 1/2 ലിറ്റർ വെള്ളത്തിൽ ഇതാണ് ബോട്ടിൽ. ഇതിനുള്ളിൽ A, B എന്ന് പറയുന്ന 2 പാക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് A ഇടുക, സെക്കൻഡ് B ഇടുക. ബോട്ടിൽ അടച്ചു വെക്കുക 4 മണിക്കൂർ. അതിനുശേഷം കടലിലേക്ക് ഏറ്റവും ടോപ്പ് വില കൂടിയ വാട്ടർ അയണൈസറാണ്. വാട്ടർ പ്യൂരിഫയർ അല്ലാത്ത വാട്ടർ അയണൈസറാണ്. അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയത് കാണിച്ചു തരാം. ആ വെള്ളം വരുന്നത് നമ്മൾ ഒരുപാട് മറ്റേ ടൈം നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം എടുക്കാം. നമ്മുടെ മെഷീൻ എടുത്ത വെള്ളമാണ് കേട്ടോ. ഇതിനാണ് പ്രത്യേകത ഞാൻ കാണിച്ചത്. ഇത് നമ്മുടെ കെൻലി അല്ലെങ്കിൽ ഇതേതാണ് വെള്ളം അക്വാഫേനാണ്. അക്വാഫേന വെള്ളം എടുക്കുക. ഇതിനാണ് നമ്മൾ വ്യത്യാസം കാണിക്കണം. ഇത് നമ്മുടെ അക്വാഫേന എടുത്താണ്. അത് നമ്മൾ അതെടുത്താണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളാം. ഇത് നമ്മളിതിൻ്റെ ഓക്സിഡേഷൻ ആൻറ്റി ഓക്സിഡേഷനാണ് കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നശീകരണ പ്രവൃത്തിയാണ്. ആൻറ്റി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓക്സിഡേഷൻ ആണോ ആൻറ്റി ഓക്സിഡേഷൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഇത് പ്ലസ് ചിഹ്നമാണ്. എല്ലാവരും കണ്ടോളൂ. ഇത് നമ്മൾ എടുത്ത വെള്ളം നോർമൽ വാട്ടർ. അതിപ്പോൾ കെൻലി എന്നുള്ള വെള്ളമൊക്കെ നമ്മൾ ഇതിൻ്റെ പ്ലസ് ചിഹ്നമായിരിക്കും. അത് ഈ മെഷീനിലൂടെ വരുമ്പോഴേക്കും നെഗറ്റീവായി കണ്ടോ. ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇലക്ട്രോൺസാണ്. ശരീരത്തിൻ്റെ കോശങ്ങൾ നശിക്കുന്ന ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. ഇവിടെ നമ്മൾ ഈ സാധാരണ വെള്ളം നമ്മൾ മെഷീനിലൂടെ വരുമ്പോൾ ധാരാളം ഇലക്ട്രോൺസുകൾ കിട്ടുകയും നമ്മുടെ ശരീരകോശങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കോശങ്ങൾ നശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഇതിന് അടുത്തൊരു വ്യത്യാസം കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കോളൂ. ഇത് നമ്മൾ pH വാല്യൂ നോക്കണം. pH അറിയില്ലേ?
നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇൻഡിക്കേഷൻ ഇത് നല്ല ഗ്രീനിലാണ് കിട്ടിയത് അല്ലേ? ഇത് നമ്മൾ ബ്ലൂവിലേക്ക് വന്നു കേട്ടോ. ഇതാണ് ബ്ലൂ. അതേസമയം നമ്മൾ ഈ വെള്ളം നമ്മുടെ എക്കോഫൈനാണ്. കഫേനുണ്ടോ? ലക്കോഫേന നമ്മുടെ മെഷീനിൽ കൂടെ വന്നു. അപ്പോൾ ഇത് pH കൂടുതലാണ്. അപ്പോൾ pHൻ്റെ ഒരു റേഞ്ച് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന്. ഇപ്പോൾ pHൻ്റെ റേഞ്ച് എവിടെ ഇങ്ങോട്ടുള്ള എല്ലാം അസിഡിക്കാണ്. ഇത് നമ്മൾ കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ദോഷം ചെയ്യും. ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ കുടിക്കേണ്ടത്. കണ്ടൻ വാട്ടറോട് മെഷീനോട് വരുന്ന വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറാണ് ഈ വയലറ്റ് വരും 9.5 മനസ്സിലായി. അപ്പോൾ നമ്മൾ മെഷീനിലോട്ട് എടുക്കണം നമ്മൾ വെള്ളം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവിലേക്ക് വന്നത്. കണ്ടൻ വാട്ടർ മെഷീൻ -400, ഈ ഗ്രീൻ ടീ -100, വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ സി ഗുളിക കലക്കി വെള്ളത്തിലിട്ട് നമ്മൾ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാർക്ക് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഇതിന് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു, ഹൈലി ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം. പിന്നെ ഇതിനൊരു പ്രത്യേക പ്രോപ്പർട്ടി വേറൊന്നും, അതാണ് മൈക്രോ ക്ലസ്റ്ററിംഗ് എന്നാണ്. മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഉള്ള മോളിക്കൂളാണ് H2 മോളിക്കൂൾ. പക്ഷേ ഈ മെഷീനോട് വരുമ്പോൾ ഇത് ചെറുതാവും. ചെറുതാവുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് ശരീരത്തിൻ്റെ പോർസിനകത്തേക്ക് ജലാംശം കൂടുതൽ കയറി ചെയ്യും. മറ്റേ വലുതാകുമ്പോൾ ഹിറ്റ് ചെയ്ത് അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവനായിട്ടും നമുക്ക് ഉപകാരപ്പെടും. അതാണ് ഇതിൻ്റെ ഈ 3 ഉള്ള വ്യത്യാസം. ചിക്കൻ മസാല ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആണേ. ചിക്കൻ മസാല സാമ്പാർ നമ്പറില്ല കീ ചെയിൻസ്. പ്ലീസ് എക്സ്പ്ലെയിൻ. പ്ലാസ്റ്റിക് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റാണ്, ബയോ കമ്പോസ്റ്റബിൾ പ്രോഡക്റ്റ്. നമുക്കറിയാം ന്യൂസ് പേപ്പറിൽ ഇപ്പം വരുന്ന ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണത്. പ്ലാസ്റ്റിക് ആണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ. അതിന് പകരം 6 മാസം കൊണ്ട് മണ്ണിലിട്ട് കഴിഞ്ഞാൽ തന്നെ അലിഞ്ഞു പോകുന്ന കമ്പോസ്റ്റബിൾ പ്രോഡക്റ്റുകൾ. ഇത് ക്യാരി ബാഗ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഡീ കട്ട് ടെക്സ്റ്റൈൽസിൽ യൂസ് ചെയ്യുന്ന കവറുണ്ട്, ഗാർബേജ് ബാഗ്, വേസ്റ്റ് കളക്ഷൻ ബാഗ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ നമ്മളിപ്പം ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഇത് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഫുഡ് വേസ്റ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബാഗും ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങും. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 9 months ആണ്, 6 to 9 months ആണ്. മസാല പായസം മിക്സ്. ഈ ആപ്പ് ഓൾറെഡി ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ കാലിക്കറ്റിലെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിലും ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെരി സൂൺ വീടുകളിലേക്കും ബാക്കി ഡിസ്ട്രിക്ട്സിലേക്കും എത്തും. ഞങ്ങൾ വെർച്വൽ ഹൈപ്പർ മാർക്കറ്റിന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വി ഡോണ്ട് ഹാവ് എനി മിനിമം ഓർഡർ ക്വാണ്ടിറ്റി.
മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും ഇല്ല, ഫ്രീ ഡെലിവറിയാണ്. 5 രൂപേൻ്റെ കോഴിമുട്ടയായാലും 100 ഗ്രാം പച്ചമുളകായാലും നിങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് തരും അറ്റ് യുവർ കൺവീനിയൻറ്റ് ടൈം. നിങ്ങൾക്ക് ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിലും അത് നാളെ ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം സെലക്ട് ചെയ്യാം. ആ ടൈം ആൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടൈമിനും ഡേറ്റും ഞങ്ങൾ ഡെലിവറി ചെയ്യും. താങ്ക് യു. കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പഴയ ബിസിനസ് വെള്ളമായി കിടക്കുന്ന മൊബൈൽ കട, ഫോട്ടോസ്റ്റാറ്റ് ബിസിനസ് അങ്ങനെയുള്ള ചെറിയ ബിസിനസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ചെറിയ മുതൽ മുടക്കിലുള്ള ഒരു ബിസിനസ്സാണ് കീ ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്. അപ്പോൾ ആ കീ ഡ്യൂപ്ലിക്കേഷൻ ഷോപ്പ് തുടങ്ങുന്നതിനുള്ള മെറ്റീരിയലും അതിൻ്റെ സപ്പോർട്ടിങ്ങും അതിൻ്റെ ടൂൾസുകളെല്ലാം സപ്ലൈ ചെയ്യുന്ന ഷോപ്പാണ് നമ്മുടെ ഓഫീസുള്ളത് കോഴിക്കോട് ആവൂരോട് KSRTCൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എങ്ങനെയാണോ നമുക്കൊരു ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അതിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പം പിന്നെ ഒരു 1 ലക്ഷം റുപ്യയുടെ താഴെയായിട്ടുള്ള ഒരു മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. എല്ലാം സർട്ടിഫൈഡ് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങളുടെ ഗ്രീൻ ടീ ആണത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് വന്നിട്ട് സെയിം ഇതുപോലെ സാധാരണ മാർക്കറ്റിൽ കിട്ടില്ല. എക്സ്പോർട്ട് ക്വാളിറ്റി ബ്ലാക്ക് ടീ ആണ്. സാധാരണ പണ്ട് ചോക്ലേറ്റ് ഏലക്ക നിങ്ങളൊന്ന് സ്മെല്ല് ഇത് തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോ? ഇഞ്ചി പൗഡറാണ്. തേനുകൾ ഇത് പല വിധത്തിലുള്ള തേനുകളാണ്. ഇതിൻ്റെ വാട്ടർ കണ്ടൻസ് ഒക്കെ ഒഴിവാക്കിയാണ് നമ്മൾ മെഷീനിൽ വാട്ടർ കണ്ടൻസ് ഒക്കെ ഒഴിവാക്കി പലതരത്തിലുണ്ട്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി എന്ന് പറയുന്നത്. പിന്നെ ഇത് മെഡിസിനായിട്ടുള്ള ഹണിയാണ്. ഗാർലിക് ഹണി നമുക്ക് ചുമന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് സിദർ ഹണി എന്ന് പറയുന്നത് ഇത് രാജസ്ഥാൻ പ്രോഡക്റ്റ്. രാജസ്ഥാനിൽ എടുക്കുന്ന നമ്മൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയാണ്, ദി ഫുഡ്സ് റിസോർട്ട്. ഓക്കെ, 4 സ്റ്റാർ കാറ്റഗറി വരുന്ന പ്രോപ്പർട്ടിയാണ്. മൊത്തം 18 കോട്ടേജസ് ഉണ്ട്. ലാസ്റ്റ് 9 ഇയേഴ്സായി നമ്മൾ റണ്ണിങ് ആണ്. ഓക്കെ, അത് ഇൻക്ലൂഡിങ് 2 ട്രീറ്റ് ഹൗസാണ് വരുന്നത്. പ്രോപ്പർട്ടിയുടെ മേജറായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സറാണ്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി വരുന്നത്. മൊത്തം 18 കോട്ടേഴ്സ് ഉണ്ട്. ഇത് ബേസിക് കാറ്റഗറിയാണ്. റോസ്വുഡാണ് ഈ കാറ്റഗറിയുടെ പേര്. ഈ സിംഗിൾ ക്ലസ്റ്ററിൽ 4 റൂംസാണ് വരുന്നത്. ഇതാണ് ഇൻറ്റീരിയർ വ്യൂ. ഇത് ഇൻഡിവിജ്വൽ കോട്ടേജാണ്. ഇങ്ങനത്തെ 4 ഉണ്ട്. കപ്പിൾസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനായി ആംബിയൻസ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 5500 ആണ്. ഇൻക്ലൂഡിങ് കോമൺ പൂളാണ്. പൂൾ വില്ല മോഡൽസ് ഇല്ല നമുക്ക്. കോമൺ പൂളാണ് വരുന്നത്.
ഈ കോട്ടേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ പൂളാണ് വരുന്നത്. ഇത് ഫാമിലീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. കാരണം ഇതിനകത്ത് ലിവിംഗ് റൂം ഉണ്ടാവും, അതേപോലെ തന്നെ ബാൽക്കണി വ്യൂ ഉണ്ടാവും, ഫ്രണ്ട് സിറ്റ് ഔട്ട് ഉണ്ടാവും, ബെഡ്റൂം ഉണ്ടാവും. ഇതാണ് ബെഡ്റൂമിൽ വരുന്നത്. ഗ്ലാസ് വ്യൂ ആണ്. ഗ്ലാസ് വ്യൂ ഫേസ് ചെയ്ത് ഫോറസ്റ്റിലേക്കാണ്. ആനിമൽസിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് ആനിമൽസ് ഒന്നും കയറില്ല, കാരണം നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലിവിങ് ഏരിയ. ബാൽക്കണി വ്യൂ ആണ്, ഫോറസ്റ്റിലേക്കുള്ളതാണ്. ഇതാണ് ട്രീ ഹൗസ്. നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. ഇത് ശ്രദ്ധിച്ചാൽ കാണാം, ഫോറസ്റ്റ് ആയിട്ടാണ് മൊത്തം വരുന്നത്. ഫോറസ്റ്റിനോട് ചേർന്നാണ് കിടക്കുന്നത്. ട്രീ ഹൗസ് ഒക്കെ 5,000 പെർ ഡേ അല്ല മാം, ട്രീ ഹൗസിൽ നമുക്ക് 9,500 വരും. ട്രീ ഹൗസ് ഏറ്റവും നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള. ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത് ട്രീ ഹൗസിൻ്റെ. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. ഇത് റെസ്റ്റോറൻറ്റ് സൈഡാണ്. ഇതാണ് പൂൾ സൈഡ് വരുന്നത്. ഇത് സ്കൈ ഡൈനിങ് എന്നുള്ള ഏരിയ ആണ്. നോർമലി നമ്മൾ ക്യാൻഡിൽ ഡിന്നർ, ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെയുള്ള ഫംഗ്ഷൻസ് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില എൻഡ് വരുന്നത് ഇവിടെ ട്രീയിലാണ് വരുന്നത്. ഇതാണ് നൈറ്റ് ആംബിയൻസ് വരുന്നത്. ആയുർവേദിക് സ്പാ ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ പോണ്ട് ഉണ്ട്, അത് അവിടെ ഫിഷിങ് ചെയ്യാവുന്നതാണ്. വലിയ ഫിഷ് ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. നൈറ്റ് ബോൺഫയർ ഉണ്ട്. അത് വിത്ത് ട്രൈബൽസിൻ്റെ മ്യൂസിക്കും. മേഖലയിലുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്ന മലപ്പുറത്ത് ഇൻകലിലുള്ള ഒരേ ഒരു സ്ഥാപനമാണ്. അതായത് നമുക്ക് ഈ ജ്വല്ലറി ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ജ്വല്ലറി ഡിസൈനിങ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ധരിച്ചിട്ടുള്ള ആഭരണം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന രീതിയാണ്. 2 രൂപത്തിലാണ്. ഒന്ന് ഹാൻഡ് സ്കെച്ച് ഡിസൈനിങ്ങും, രണ്ടാമത്തത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങും, CAD ആണ്. ഹാൻഡ് സ്കെച്ച് ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മൾ വരച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്, കൈകൊണ്ട് വരച്ചിട്ട്. മറ്റേത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് 1 year ആണ് ഈ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ നമുക്കുള്ളത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ജ്വല്ലറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത് 1 year ആണ്. അത് നമ്മളൊരു ജ്വല്ലറി എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് ജമോളജി ആൻഡ് ജ്വല്ലറി മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന 1 year ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ്. അതിൽ നമ്മൾ ഈ ഡയമണ്ട്സിനെ കുറിച്ചിട്ടും പ്രീഷ്യസും സെമി പ്രീഷ്യസ് ആയ സ്റ്റോണുകളെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ നമ്മളൊരു ആഭരണം എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുക, എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 2 രൂപത്തിലാണ്. ഒന്ന് ഹാൻഡ് സ്കെച്ച് ഹാൻഡ് മെയ്ഡ് മാനുഫാക്ചറിങ്ങും, രണ്ടാമത്തത് മെഷീൻ മെയ്ഡ് മാനുഫാക്ചറിങ്. അങ്ങനെയുള്ള ജ്വല്ലറി മേഖലയിൽ 1 year ഡ്യൂറേഷനൊക്കെ പഠിപ്പിക്കുന്നതും, അതേപോലെ തന്നെ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമും കൊടുക്കുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിലവിലുള്ള ഒരേ ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി. ഇത് മലപ്പുറത്താണ് സ്ഥാപനം. നമ്മൾ കോഴ്സിലേക്കുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിപ്ലോമൻ്റെ കേസിൽ ജർമ്മൻ ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ മിനിസ്ട്രീൻ്റെ സർട്ടിഫിക്കറ്റും അഫിലിയേഷനാണ് ഉള്ളത്. ഡിഗ്രീൻ്റെ കേസിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരാണ് ചെയ്യുന്നത്. പിന്നൊരു സെക്ഷൻ ഇതാ പച്ച മരുന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി ഓരോ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ അവിടെ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആയുർവേദിക് മരുന്നുകളാണ്. പിന്നെ മജ്ലിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫർണിച്ചേഴ്സുകളുണ്ട്. നല്ല അടിപൊളി ഫർണിച്ചേഴ്സും അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഒരുപാട് ജോലി അവസരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാലിക്കറ്റ് എരഞ്ഞിപ്പാലം നടക്കുന്ന കാലിക്കറ്റ് ട്രേഡ് എക്സ്പോ. ട്രേഡ് സെൻറ്ററിലാണ് അവിടെ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ അവിടെ കാലിക്കറ്റുള്ളവരൊക്കെ നമ്മുടെ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. 26 മുതൽ 29 വരെയാണ് നമ്മുടെ എക്സ്പോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.